ഇതാ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് അൽഫാം ചിക്കൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ വെച്ചല്ല കുക്ക് ചെയ്യുന്നത്. ഇവിടെ തൊട്ടടുത്ത് മുടിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടിയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ മസാല പുരട്ടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഉച്ച വരെ വെയിലായിരുന്നു. അപ്പോൾ വെറുതെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും പ്ലാൻ ചെയ്തതല്ലേ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്യാതെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനല്ലേ, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നെടുകയൊന്ന് പിളർന്ന ശേഷം ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ്. ചതച്ചെടുത്ത ശേഷം ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചിക്കൻ ചതച്ച് അൽഫാം ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ചിക്കനിൽ മസാല പുരട്ടണം. അതിനായിട്ട് കുറച്ചധികം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഇത്രയും മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ എടുത്ത ജാറിൽ അരഞ്ഞു കിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഒരു 3-4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ. വിനാഗിരി ചേർക്കുന്നത് കൊണ്ട് ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു തക്കാളി. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി. പിന്നീട് ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 1 സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ചേർക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അൽഫാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ കാണിച്ച ഐറ്റംസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ മസാല പുരട്ടി കുറഞ്ഞത് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് പുറത്തെടുത്ത് അരമണിക്കൂറിന് ശേഷമാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ മുടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയാണ് ഇത് കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ മഴ കുറയാനായിട്ട്. അങ്ങനെ മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോഴേക്കും ഞാനും ഉമ്മച്ചിയും ആങ്ങളെയും അതുപോലെ മൂത്താപ്പാടെ മോൻ യാസീനും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങളിതേ മുടിപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. പക്ഷേ വഴി ഇച്ചിരി സാഹസികമാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇറങ്ങിയിട്ടേ ഞാൻ അവിടെ നിൽക്കുവോ, ഇറങ്ങണമെങ്കിൽ പറയാം. ഇങ്ങോട്ടോ താഴോട്ടുള്ള അങ്ങനെ ഞങ്ങൾ അതിസാഹസികമായ യാത്രയൊക്കെ കഴിഞ്ഞത് മുടിപ്പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. വഴി വളരെ മോശമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇതിൽ കയറി വരുന്നതാണ്. പക്ഷേ മക്കളെയും കൊണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ നല്ല മഴയുണ്ട്, മഞ്ഞുണ്ട്, കാഴ്ചയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങി നടക്കുവാണ്. അപ്പോൾ അവൻ പോണ ഞാൻ കാണിച്ചു തരാം. ഈ പാറയുടെ മുകളിലൂടെ വേണം വണ്ടി താഴോട്ട് ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ വണ്ടിയിലിരിക്കാനുള്ള ധൈര്യം ഇല്ലാത്ത കാരണം ഞാനും ഉമ്മച്ചി മക്കളും ഇറങ്ങി താഴേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വണ്ടിയായിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ വണ്ടി പോകുന്നത്. അങ്ങനെ ഞാനും ഉമ്മച്ചിയും മക്കളും നടന്നതേ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. അതിമനോഹരമായ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മുടിപ്പാറ എന്ന് പറയും, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മുടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ വരുന്ന വഴി മഴയായതുകൊണ്ട് എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വന്നു കഴിയുമ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ 2-3 സ്ഥലങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള. പക്ഷെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുമാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ആരും തന്നെ വരുന്നില്ല. അപ്പോൾ എൻ്റെ ആങ്ങളയുടെ ഫ്രണ്ടിൻ്റെ സ്ഥലമാണിത്. അപ്പോൾ ടെൻ്റൊക്കെ അടിക്കാമെന്ന് ഓർത്ത് വന്നതാണ്. ഇനിയിപ്പോൾ നടക്കുമെന്നറിയില്ല. അപ്പോൾ ടെൻ്റൊക്കെ അടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
ഇവിടെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള 2 റൂം ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും കാണാൻ നല്ല അടിപൊളി കാഴ്ചയാണ്. പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർ ഇത് ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ. ഇവിടെ വന്നാൽ വേണ്ടുവോളം ആസ്വദിക്കാം. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ എന്താ, മഴയത്തൊക്കെ വന്നാലാണ് ഇതുപോലെ മഞ്ഞൊക്കെയുള്ള ഒരു സെറ്റപ്പ് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ മഴയുള്ള സമയത്ത് വന്നാൽ നമുക്ക് യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ. വളരെ പെട്ടെന്നാണ് മഞ്ഞ് വരുന്നതും മഞ്ഞ് മാറുന്നതും ഒക്കെ. അപ്പോൾ മഞ്ഞ് വന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തെളിഞ്ഞു വരുമ്പോഴേക്ക് വീണ്ടും മഞ്ഞ് വന്ന് മൂടുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ആകാശം മുട്ടേ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ഫീലിംഗ് ഒക്കെ വന്ന് തന്നെ അനുഭവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ വന്നപ്പോൾ ഒന്ന് പോകാൻ തോന്നിയതാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ ഓർത്തപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്താണെങ്കിലും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഇക്ക കുറച്ച് വൈകിയാണ് വന്നത്. ഇപ്പോൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ എത്തും. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്തേക്കുന്ന ചെറിയ സെറ്റപ്പുകളാണ് കേട്ടോ. അത് നനഞ്ഞെടുക്കുക, അതിനകത്ത് കയറാൻ പറ്റില്ല. നല്ല രസമല്ലേ? കറക്റ്റ് 2 മരം അടുത്തടുത്ത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചുള്ളിക്കമ്പുകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, അതേ വണ്ടി നിറയെ, ഈ കാണുന്നതൊന്നുമല്ല കേട്ടോ, വണ്ടി നിറയെ സാധനങ്ങളായിരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ ചുള്ളിക്കമ്പൊക്കെ കത്തിച്ച് തീ കനലുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി തീ കത്തിച്ച് തീ കനലുണ്ടാക്കിയിട്ട് വേണം നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അവരതിൻ്റെ പരിപാടി നോക്കുന്നതാണ്. ഇവിടെ വന്ന് താമസിച്ച് ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മഴയാണ്. അപ്പോൾ ഇനി ടെൻ്റ് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്ത് കുളമാകും. അപ്പോൾ നമ്മുടെ പ്ലാനിംഗ് ഒന്നും നടക്കത്തില്ല. അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇനി ഒരിക്കൽ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ച് താമസിച്ച് രാവിലത്തെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ഇക്ക വന്നിട്ടുണ്ട്. ഇക്ക എങ്ങനെ ഇവിടെ എത്തിയെന്ന് തമ്പുരാനറിയാം. ഞാൻ തിരിച്ചു പോയാലോന്ന് ഓർത്താ. എന്നാലും ഞങ്ങൾ ഇവിടെയാന്ന് പറഞ്ഞേ. മഴ തീർന്നു ഓർത്തു. അല്ല സമ്മതിക്കണം കേട്ടോ. ഇത് എന്നെ ചെയ്യാനാടാ? ആ ചേറാണോ? ഞാനങ്ങനെ ഓർത്ത സത്യായിട്ടും. ഇച്ചിരി ബാക്കിലേക്ക് ഇറക്കിട. മാരാ തീ പാറൂടാ, ഇച്ചിരി ഇറക്കിട. എങ്ങനെയുണ്ട് ഉദ്യോഗ? സ്ഥലം എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഇരുമ്പാലത്ത് വന്നിട്ട് മുടിപ്പാറയ്ക്ക് വന്നാൽ മതി കേട്ടോ. അങ്ങനെ അടിപൊളി സ്ഥലമാണ്. വന്ന് വിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ബാക്കി മഞ്ഞ വേണ്ട. ഞാൻ വന്നപ്പോൾ തൊട്ട് മഞ്ഞ. ഒരു 2-3 സെക്കൻഡാണ് മഞ്ഞൊന്ന് മാറിയിരിക്കണുള്ളൂ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് മുങ്ങിയതാണ്. ഉമ്മച്ചി ആങ്ങളെയൊക്കെ അവിടെ നല്ല തിരക്ക് പണിയാട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം.
ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്ത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്തതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ അതെടുക്കാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്ക പോയി പാലും ബ്രെഡും എടുത്തുകൊണ്ട് വരട്ടെ. എനിക്ക് പറ്റില്ല, എനിക്ക് കയറി പോകാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ പാറപ്പുറത്തേക്ക് ഇരിക്കാനായിട്ട്. അങ്ങനെ തീയൊക്കെ നന്നായിട്ട് കത്തി കനലായിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ വയ്ക്കാൻ പോവാണ്. ഇങ്ങനെ പിടിക്കണോ? ചൂടുണ്ടോ? എളിമോട്ടോ മറ്റേ ഈ ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ ഉമ്മിച്ചി പാൽ ചായ ഉണ്ടാക്കണേ. ആ എണ്ണ ഇടിച്ച് തേച്ചോ. പിന്നെ നല്ല നെയ്യുള്ള ചിക്കനായിരുന്നു. ഇപ്പം അൽഫാം കരിഞ്ഞും പോവും. ഉപ്പ് വെക്കാനുള്ള അൽഫാമില്ല കേട്ടോ. സാധിക്കിന് കൊടുക്കണ്ട നോക്കുക, അവനെ വേണ്ടാന്ന് പറഞ്ഞ ഒരു ചിക്കൻ മതി മതി. അത് മണ്ണെണ്ണ കുപ്പി ഉണ്ടായിരുന്നു, ഏത് കുപ്പിന്ന് എടുത്താ കൂട്ടിടത്? മറിച്ചാലോ ചാടിപ്പോയെന്നില്ല. ഇത് ചിക്കൻ നല്ല കറക്റ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങളൊരു ടേബിളൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചിക്കൻ ഷെയർ ചെയ്ത് കഴിക്കുവാണ്. അപ്പോൾ എന്താ പറയുക, മഞ്ഞിൻ്റെ മനോഹാരിതയിൽ മലമുകളിൽ വീട്ടുകാരൊക്കെ ഒത്ത് ഫുഡൊക്കെ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നും അടുക്കളയിൽ പാചകം ചെയ്യുന്നു, ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കഴിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വല്ലപ്പോഴും ഇതുപോലെയൊക്കെ ആവാട്ടോ. ഇവന്റെ പ്ലേറ്റ് ഉണ്ട് കുറച്ച്, ഒരു പ്രതീക്ഷ അല്ലേ? കൊച്ചിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ടാ നിക്കണം അവന്മാര്. കൊച്ചെ സൂക്ഷിച്ചിരുന്നു കേട്ടോ, 2 സിംഹങ്ങളുടെ ഇടയ്ക്കാ കൊച്ചിരിക്കണേ. എടാ കഴിഞ്ഞു. അൽഫ നിന്നിട്ട് ഒന്നും ആയില്ലാന്ന് തോന്നുന്നു. അൽഫ നിന്നിട്ട് അവലോസോടി ആദ്യത്തെ മനുഷ്യനായിരിക്കും അല്ലേ? സാധിക്കുന്നില്ല പോവാ. വേണോ? അവലോസോടിയും ചായയും ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് കഴിക്കാമെന്ന് ഓർത്ത് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. എന്താണെങ്കിലും ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഉമ്മിച്ച് നല്ല ചൂടൻ ചായ വന്നത്. അപ്പോൾ ചായയുടെ കൂട്ടത്തിൽ അവലോസോടി കണ്ടപ്പോൾ എല്ലാവർക്കും പിന്നെ അത് കഴിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി ഞങ്ങളപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടി മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ നടന്ന് കയറി പോകണം. അപ്പോൾ ഒരു വണ്ടി താഴെയുണ്ട്. അപ്പോൾ അത് ആങ്ങളെയും കൂട്ടുകാരനും മുത്താപ്പയുടെ മോനില്ലേ അവനും കൂടി വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പോകുന്നതാണ് ഈ കാണുന്നത്.
ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.